നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചെന്നൈയിലുള്ള N4 ബീച്ചിലാണ്. സംഭവം നട്ടപ്പൊരു വെയിലത്താട്ടോ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു. അതായത് 20 വർഷം മുന്നേ 2004 സുനാമി ഉണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ വാർഷികം കൂടിയാണെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കടലിലേക്ക് വീട്ടിലെന്തൊക്കെയോ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുള്ള പൂക്കളാ തോന്നുന്നുണ്ട്, അതൊക്കെ ഇടുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ സമയത്തും വന്നിട്ട് എന്തൊക്കെയോ പരസ്പരം എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ പറയണൊക്കെ കേട്ടു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എൻജോയ് ചെയ്യാനാണ്. പക്ഷേ എല്ലാവർക്കും ജീവിതം ഒരേമാതിരി അല്ല എന്ന് പറയില്ലേ. നമ്മൾ ഒരു കൂട്ടർ എൻജോയ് ചെയ്യാൻ വരുന്നു, ഒരു കൂട്ടർ അവരുടെ പഴയ ഓർമ്മകൾ, അതൊരു വല്ലാത്ത ഫീലിംഗ്. ഇവിടെ വേറൊരു സംഭവം കണ്ടതേ, ഇത് മറ്റേ ഫിഷിംഗ് ബോട്ടുകൾ കുറേ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു അതെന്താണ് അവർ അതിൽ ചെയ്യണത്. അത് നമ്മളുടെ ഐസ് ഉണ്ടല്ലോ, ഐസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഇന്ന് നല്ല മഴയുടെ ലക്ഷണങ്ങൾ, മഴച്ചാറ്റിലൊക്കെ ആയിട്ടാണ് രാവിലെ എണീച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് നല്ല വൈബാവുമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മുട്ടം വെയിൽ, ഒന്നും പറയണം. പിന്നെ അതുവരെ ഉള്ളൂട്ടോ എൻട്രി, അവിടുന്ന് ചാടിക്കടന്ന് വന്നതാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാർക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ടൈം കഴിഞ്ഞപ്പോൾ ചാടിക്കടന്നു എന്ന്. അത് ചാടിക്കടന്നതിൻ്റെ ശേഷം എന്തും ചാടിക്കടക്കാനുള്ളൊരു ധൈര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിട്ടേ, ഞാൻ നമ്മളുടെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ ബോട്ടിൽ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകലും സംഭവം, ഞാൻ അങ്ങനെ ബോട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു സംഭവം കാണുന്നത്. ഞാൻ ഇന്നലെയും കൂടെ യൂട്യൂബിൽ മറ്റേ ഭൂപതി സിനിമ ഉണ്ടല്ലോ, പഴയ സുരേഷ് ഗോപിയുടെ, അതിൽ സുരേഷ് ഗോപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് NF വർഗീസ് ഇങ്ങനത്തെ ബോട്ടിൽ വരുന്ന കണ്ടിട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ മീൻ പിടിക്കണ ബോട്ട്. അത് അങ്ങോട്ട് നോക്കി, അവിടെ ഒരു ബോട്ട് നിറച്ച ആൾക്കാരും കൊണ്ടുപോകണം. സംഭവം കുറേ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, മീൻ പിടിച്ചു വരുന്നുണ്ട്, കുറേ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതമല്ലേ, നമ്മളതൊക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്യാൻ വരുന്നു. അവരവരുടെ ജീവിതമാർഗം നോക്കിയിട്ടാണ് ആ കടലിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരുടെ ജീവിതം.